ഹായ് എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ ഒരു പഴയ കർഷകനെ 80 വയസ്സുള്ള ഒരു കർഷകനെയാണ് പരിചയപ്പെടാൻ വന്നത്, കുട്ടപ്പൻ ചേട്ടൻ. ഞാനിവിടെ വന്ന് ചോദിച്ചു അപ്പച്ചൻ എത്ര കാലമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ വയസ്സ് എത്രയുണ്ടോ അത്രയും എക്സ്പീരിയൻസ് എനിക്ക് കൃഷിയിലുണ്ടെന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കുരുമുളകിലായിരുന്നു അല്ലേ അപ്പച്ച? അതെ, കുരുമുളകായിരുന്നു ആദ്യകാലത്തെല്ലാം കൃഷി. കുരുമുളകിൽ നല്ലൊരു അറിവുള്ള അപ്പച്ചനാണ്. അപ്പം നമുക്ക് ആ അപ്പച്ചനോടാണ് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തിക്കുക നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, പേരും നമ്മുടെ സ്ഥലമൊക്കെ പറഞ്ഞേ. എൻ്റെ പേര് കുട്ടപ്പൻ. വീട്ടുപേര് തുമ്പിക്കാനിക്കൽ എന്ന് പറയും. പിന്നെ കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴിയാണ്. കഞ്ഞിക്കുഴിയാണ് നമ്മുടെ പ്രദേശം. ഇവിടെ കഞ്ഞിക്കുഴി പുന്നാറെന്ന് പറയും ഈ ഏരിയയ്ക്ക്. കൃഷി എങ്ങനെയുണ്ട് അപ്പച്ച? അടിപൊളിയാണോ? കൃഷി വലിയ കുഴപ്പമില്ല. പിന്നെ കൃഷിക്കെല്ലാം ഓരോ തരത്തിലും ഓരോ കാലത്തും കേട് വരുന്നു ആണ് നമ്മളെ ഇരുത്തി കളയുന്നത്. അല്ലെങ്കിൽ കൃഷി കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എന്തൊരു സ്ഥലമുണ്ട് ഇവിടെ മൊത്തം? എനിക്ക് 2 ഏക്കർ. 2 ഏക്കർ മുഴുവൻ ആദായോ? എന്നാ ചെയ്യുന്നത്? കുരുമുളകും കൊക്കോയും ജാതിയ, മൂന്ന് വിളകൾ പ്രധാനമായിട്ട് പണ്ട് കാലം മുതൽ. അതെ അതെ. ഓക്കെ. ഞങ്ങൾ എന്നാ ആദ്യം കാണിക്കാൻ പോകുന്നത്? കുരുമുളകാണോ? കുരുമുളക് കാണിക്കാം. കുരുമുളക് കൃഷിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെ. എത്രാം വർഷം ചെടിയാണ് നിൽക്കുന്നത്? ഇത് 3-ാം വർഷം. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? നമുക്ക് അവിടെ പോയി നിന്ന് കാര്യങ്ങളൊക്കെ പറയാം. പണ്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ മലയാളക്കണക്കിനുള്ള കണക്ക് കൂട്ടലാണ് പറയുന്നത്. പുതുമഴ പെയ്യുന്ന കാലത്താണ് മുരിങ്ങക്കാരൊക്കെ ഇടുന്നത്. മുരിങ്ങക്കാരിട്ട് കഴിഞ്ഞ് പിന്നെ നല്ല ജൂൺ മാസം ആകുമ്പോഴത്തേനും കൊടുത്തല മുരിങ്ങക്കാലിന് ഇട്ട് കൊടുക്കും. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ വെട്ടിയിട്ടും പരിപാലനമായിട്ട് അങ്ങനെ കൊണ്ടിരുന്ന ആയിക്കൊടി. പിന്നെ ഇപ്പോൾ രാസവളപ്രയോഗം കുറവായിരുന്നു. എല്ലുപൊടിയും ചാണകപ്പൊടിയാണ് കൊടിക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. രാസവള ഇടിയിൽ വലിയ കൊടിക്കൊന്നും വലിയ നിലനിൽപ്പ് കേടിൻ്റെ ഉള്ള കാരണം അങ്ങനെ അതൊന്നും വലിയ പണി ഇല്ലായിരുന്നു. നാടൻ കൃഷികളാണ്, നാടൻ രീതികളുമാണെല്ലാം. നമ്മൾ എന്നാ വളം ചെയ്തുകൊണ്ടിരുന്നത്? ഇത് എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇടുന്നുള്ളായിരുന്നു. അത് മാത്രമേ ഉള്ളൂ? അത് വർഷത്തെ എത്ര തവണ ഇടും? അത് ഒരു പ്രാവശ്യം ഇടുകയുള്ളൂ. പിന്നെ മരുന്നടിക്കുകയുള്ളൂ. ഗോഡാംശം അടിക്കും. തിരിച്ചും കുമ്മായും കൂടെ കൂട്ടി അതിൻ്റെ നൂറുക്ക് കൂട്ടി അടിക്കും. തല ഇടുന്നാണോ നമ്മൾ കൂടത്തൈ വെക്കുന്നതായിരുന്നു നല്ലത്? അത് നമ്മളിവിടെ നമ്മുടെ സാഹചര്യത്തിൽ കൂടത്തൈ കിട്ടാനില്ലായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം കുറേ തോപ്രാംകുടിയിൽ നിന്ന് കുറേ പിന്നെ കൂടത്തൈ കിട്ടിയായിരുന്നു. അത് കരിമുണ്ട, അതായി നിൽക്കുന്നതൊക്കെ. പിന്നെ അല്ലാതെ ഇവിടെ നീലമുണ്ടി എന്ന് പറയുന്നൊരു കൂടി, അത് തലമുറിച്ചിടുന്ന നല്ലത്. അതുകൊണ്ടുള്ള ഗുണം എന്നാ? തലമുറിച്ചിടുന്നതിന് നമ്മൾ തലമുറിച്ചിട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ 3-ാം വർഷം തന്നെ കണ്ണുകുത്തി നമുക്ക് പിന്നെ ഒരു കൊടിയാന്ന് ശരാശരി 2 കിലോ മുളകെങ്കിലും കിട്ടും. കൂടത്തെയാണ് അത് കിട്ടത്തില്ല? കൂടത്തെയാണെന്നേരം അതങ്ങനെ വരുന്നില്ല. കൂടത്തേക്കെന്ന് പറയുമ്പോൾ 2 മുട്ടലിൻ്റെ മണ്ണിലോട്ട് പോകാനുള്ളൂ. ഇത് മുറിച്ചിടുമ്പോൾ അതേസമയം ഒരു 3 മുട്ട് വെള്ളോട്ടും മണ്ണിലോട്ടും പോകും, 2-3 മുട്ട് മുകളിലോട്ടും കിട്ടുമല്ലോ. അപ്പച്ചന് പിന്നെ താങ്ങാലായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്? താങ്ങായിട്ടുള്ള മുരിക്കും മുരിക്ക് വെട്ടുന്നത് മാർച്ച് മാസത്തിലാണ്. ആ മുരിക്ക് വെട്ടി വെച്ചിട്ട് കിളുത്ത് വരുന്ന കൂട്ടത്തിൽ മരുന്നടിച്ചു കൊടുക്കും. അപ്പം മുരിക്കും കാലിന് വലിയ കുഴപ്പമില്ല. അതാ ഇങ്ങനെ ഈ കാല് വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നത്. ഈ കാലിനകത്തൂടെ ഒരു സൈഡ് പുഴുണ്ട്. ആ പുഴു ചാകാൻ വേണ്ടിയാണ് ഈ മുരിങ്ങാലിനുള്ളിലുണ്ടൊരു പുഴു. ഏറ്റവും നല്ല ഇനം കൃഷി ചെയ്യാൻ കുരുമുളകിൽ? ഇവിടെ ഇപ്പോൾ കണ്ടടത്തെങ്കിലെ നീലമുണ്ടി എന്ന് പറയും. ഇപ്പോൾ ഈ കൊടിയെല്ലാം നീലമുണ്ടിയാണ്. പിന്നെ പന്നിയൂറിനും നല്ല വിളവാണ്. പന്നിയൂറിൻ്റെ പന്നിയൂർ 2-3 സൈസുണ്ട്. ഇവിടെ ഒരു സൈസ് ഉണ്ട്, അത് വലിയ വിർക്കത്തില്ല. നല്ലത് കിട്ടുന്നില്ല പന്നിയൂറിൻ്റെ. നല്ലത് കിട്ടുകയാണെങ്കിൽ നല്ല കൊടി പന്നിയൂർ തന്നെയാണ്. കരിമുണ്ട എങ്ങനെയുണ്ടെന്ന്? കരിമുണ്ട വലിയ കുഴപ്പമില്ല. കരിമുണ്ടയ്ക്ക് കേട് കൂടുതലാണ്. അതായത് കരിമുണ്ടയോടെ എല്ലാവർക്കും മടുപ്പ്. പിന്നെ ഈ കരിമുണ്ടയ്ക്കൊരു കുഴപ്പമില്ലെന്ന് വെച്ചാൽ അതൊരു ശകലം പൊങ്ങാതെ കൊണ്ട് കണ്ണി കുത്തിക്കല. അതായത് ഈ നീലമുണ്ടിയും കരിമുണ്ടയായിട്ടുള്ള വ്യത്യാസം. കരിമുണ്ടയ്ക്ക് അന്നേരം മുളക് വാശിയൊക്കെ കരിമുണ്ടയ്ക്കാണ്. തിരികൊഴിച്ചിൽ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാകും. അതിനെന്നാ നമ്മൾ ഗോഡാംശം അടിക്കുകയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. വേരുകേടിന് കലക്കി ഒഴിക്കും. ഗോഡാംശം തന്നെ അത് ഡോസ് ഇച്ചിരി കടുപ്പം കൂട്ടി ഒഴിക്കും. പിന്നെ കൊടി നന്നായിട്ട് കയറാൻ എന്നാ ചെയ്യുന്നത്? നന്നായിട്ട് കയറാൻ അങ്ങനെ ഇവിടുത്തെ മണ്ണിനൊന്നും വലിയ കുഴപ്പമില്ലാത്ത കാരണം അങ്ങനെ കൊടി വളർച്ചയ്ക്ക് ഇങ്ങനെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല. ഈ ചാണകപ്പൊടി എല്ലുപൊടിയും കൂട്ടി. എത്ര അകലത്തിലാണ് നിങ്ങൾ നടന്നത്? സാധാരണ ഒരു 10 അടി. താങ്ങാലി എന്തരം മാറ്റി കുരുമുളക് ഇടും? താങ്ങാലെന്ന് അടി കൊണ്ട് നോക്കുമ്പോൾ ഒരു 3/4 അടി അകലം വരും. വെണ്ടയിലോട്ട് വരുമ്പോഴത്തേന് ചേർന്ന് വരും. താങ്ങാലിൻ്റെ ഏത് വശത്ത് കുരുമുളക് ഇടുന്നതാണ് നല്ലത്? ഈ തെക്കൻ ചാലെന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. പിന്നെ നമ്മുടെ ഈ വേനൽക്കാലം അവസാനമാകുമ്പോഴത്തേനും, അതായത് ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേനും. അപ്പോൾ ആ തെക്കൻ ചായലിനെ വെയിൽ ചായുമ്പം ഉണക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി വടക്ക് വശമായിട്ട് കൂട്ടിയിടും. അങ്ങനെ കറക്റ്റ് കൊടിയുണ്ട്. അങ്ങനെ കൊടിയിടും. അപ്പോൾ അതിന് വലിയൊരു കാലിൻ്റെ തണൽ അതിന് കിട്ടും. വൈകുന്നേരം ആകുമ്പോഴാണല്ലോ ചൂട് കൂടുതൽ. ആ ചൂട് കൂടുതലിന് ഈ താങ്ങുകാലിൻ്റെ ഒരു തണൽ കിട്ടാൻ വേണ്ടിയാണ് ഈ വടക്ക് വശം കൊള്ളിച്ചിടുന്നത്. ഇതിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കുരുമുളക്? ഇല്ല, വെള്ളം കൊടുക്കാൻ നടക്കുകയില്ല. വെള്ളം കൊടുക്കാൻ നല്ലതായിരിക്കും, വെള്ളം കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ ജാതി ഏതാണോ ചെയ്യുന്നത്? അപ്പം ജാതിയുടെ ഇപ്പം നമ്മൾ മേടിച്ച് വെച്ച തൈകളല്ലേ, അപ്പോൾ ഓരോരുത്തർ ഓരോന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ മേടിച്ച് വെക്കുന്നുണ്ട്.
വലിയ കുഴപ്പമില്ല. അത് കാരണം കൊണ്ട് പല രീതിയിലാണ് ജാതിയുടെ വിളവ് വരുമ്പോഴും നല്ല ഫ്ലവർ കിട്ടുന്ന ചെടിയുണ്ട്, അല്ലാതെ കനം കുറയും ഫ്ലവറിന് കട്ടിയില്ലാത്തതുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. എന്നാ ഈൽഡ് കിട്ടും ഒരു വർഷം? ഇയാണ്ട് ആ തീരെ കുറവാട്ടോ. കഴിഞ്ഞ കൊല്ലം 10-50 കിലോ പൂ കിട്ടിയതാണ്. തയ്യല്ല, പ്രായമായതല്ലോ, അങ്ങനെ കായ്ക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. കൊല്ലം ഇപ്പോൾ എത്ര കിട്ടുമെന്ന് അറിയത്തില്ല, തീർന്നിട്ടില്ല. ജാതി കൃഷി എങ്ങനെയുണ്ട്? നല്ല ലാഭമാണോ? ജാതി കൃഷി ഇച്ചിരി മെച്ചമായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ. കുരുമുളകിനെ കഴിഞ്ഞ് നല്ലത്. കുരുമുളകിനെ കഴിഞ്ഞു, കാരണം അവരുടെ അധ്വാനം കുറവുണ്ട്. നമ്മൾ ഈ തൈ വെക്കുന്നതിന് മുമ്പേ ഒരു 2 അടി ലാസ്റ്റ് കുഴി കുത്തി മൂടി അതിൻ്റെ മേൽവശത്തായിട്ട് കുഴി മാന്തി വെച്ചിട്ട് ജാതി തൈ മേടിച്ച് വെക്കും. കവർ പൊട്ടിച്ച് തൈ ഇറക്കി വെക്കും. അപ്പോൾ പിന്നെ അത് ഈ പറഞ്ഞാലോ രാസവളം ഒന്നും ചെയ്യുന്നില്ല, എല്ലുപൊടിയും ചാണകപ്പൊടിയും കൊടുക്കുന്നതേ ഉള്ളൂ. അതിനും പിന്നെ മരുന്നടിക്കുന്നുണ്ട്, വെള്ളാംശം തന്നെ അടിക്കുന്നത്. ഇതിന് രാസവളം ചെയ്യല? രാസവളം ചെയ്യുന്നവരുണ്ട്, കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഞാൻ ചെയ്തില്ല ഇതുവരെ. പിന്നെ ഇത് ആദ്യമേ ഇവിടെ വന്ന കാലത്ത് വെച്ച ജാതി ഇതൊക്കെ. ഇതോ? ഇതൊക്കെ ഇപ്പോൾ 10 വർഷമായി. നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 10 വർഷമായുള്ളൂ? 10 വർഷമല്ല, ഞാൻ ജാതിക്കൃഷി കൊടിക്കൃഷി ആയിരുന്നല്ലോ സാറേ. ഇവിടെ എല്ലാം കൊടിയായിരുന്നു. ഈ കൊക്കോ തന്നെ ഇല്ലായിരുന്നു, കൊടിയായിരുന്നു. ആ കൊടി പോയതിന് ശേഷമാണ് ഈ പണിയൊക്കെ കാണിക്കുന്നത്, ഈ ജാതിക്കൃഷിയും കൊക്കോ കൃഷിയൊക്കെ ആക്കി. കൊടിക്ക് എന്നാ പറ്റിയാന്ന്? കൊടിക്ക് അത് ഈ മഴക്കാലം ആയി കഴിയുമ്പോഴത്തേന് വാട്ടമെന്നും പറഞ്ഞൊരു രോഗം ഉണ്ടാകുക, വാടിയിട്ട് മുറിഞ്ഞു വീഴുക. അങ്ങനെ മുറിഞ്ഞു വീഴുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ചുള്ളു പോലും കൊടുക്കാൻ കിട്ടുകയില്ല ഈ അവസരത്തിലേ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ അത് ഇങ്ങനെ തുടർച്ചയായിട്ട് വന്ന് നമുക്ക് പറ്റ പൊളിഞ്ഞു പോയി. പിന്നെ രണ്ടാമത് വെക്കുന്ന കൊക്കോ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ജാതിത്തൈ മേടിച്ച് വെക്കുന്നത്. അപ്പോൾ അതാ ഈ ജാതിത്തൈ പല രീതിയിൽ നിൽക്കുന്നത്. ആദ്യമേ മേടിച്ച് വെച്ച ജാതി ഇതൊക്കെ. ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധമായ കൃഷി, അതാണ് കുട്ടപ്പൻ ചേട്ടൻ്റെ ജീവിതം എന്നുള്ളത്. എന്താ പറയുക, 2.5 ഏക്കറിൽ അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്നു. അതൊരു വലിയ ആഡംബര കൃഷിയോ ഇന്നത്തെ പോലത്തെ വരുമാനം മുൻപിൽ കണ്ടുള്ള ഒരു ജീവിതമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതവും ഉപജീവന മാർഗവും അദ്ദേഹത്തിൻ്റെ എല്ലാം സത്ത തന്നെ അടങ്ങിയിരിക്കുന്നത് ഈ കൃഷിയിലാണ്. അതുകൊണ്ട് അദ്ദേഹം കൃഷിയിടത്തിൽ ഫുൾ ടൈം എൻജോയ്മെൻ്റ് ആയിട്ട് നടക്കുന്നു. 80-ആം വയസ്സിൽ ചുറുചുറുക്കോടെ ഈ കാണുന്ന മേടുകളും പാറകളും ഒക്കെ ചാടിക്കയറി അദ്ദേഹം യാത്ര ചെയ്യും. ഒരു പ്രശ്നങ്ങളുമില്ല. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് ഈ കൃഷിസ്ഥലം തന്നെയാണ്. അവിടെ നല്ല അടിപൊളിയായിട്ട് ജൈവ രീതിയിൽ അദ്ദേഹം കൃഷി ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി തകർപ്പൻ ഒരു വീഡിയോ ആണ് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദയവായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല കാഴ്ചകൾ കേട്ട് കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തൽക്കാലം നമ്മൾ ഇവിടെ വാങ്ങുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.